ആഡംബരം നിറഞ്ഞ വലിയ ബെഡ്റൂമും ആ റൂമിലെ ഒരു മൂലയിൽ കണ്ണുകൾ അടച്ച് പേടിച്ചരണ്ടിരിക്കുന്ന ജാനി ഏതോ 2 കൈകൾ വന്ന് അവളെ കോരിയെടുത്തു. പെട്ടെന്ന് ജാനി വായിലൂടെ ഉയർന്ന് ബെഡിലേക്ക് വീണു. ഒരു നൂൽ വസ്ത്രം പോലുമില്ലാതെ തൻ്റെ ശരീരത്തിലേക്ക് അമരുന്ന മയൂരിനെയാണ് അവൾ കണ്ടത്. അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമങ്ങളൊക്കെ വിഫലമായി. വന്യമൃഗം തൻ്റെ ഇരയെ കടിച്ചു കീറാൻ ശ്രമിക്കുന്നത് പോലെ അവൻ അവളുടെ വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറി. അരുതേ, എന്നെ ഉപദ്രവിക്കരുതേ എന്ന് നിലവിളിച്ച് ജാനി ഏങ്ങലടിച്ച് കരഞ്ഞു. എന്നാൽ അവളുടെ നിലവിളി ആരും കേട്ടില്ല. വളരെയധികം ക്രൂരമായി തന്നെ അവൻ അവളുടെ ശരീരം കീഴടക്കി. മയൂരിൻ്റെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ട ജാനി ബോധരഹിതയായി മണിക്കൂറുകളോളം വെറും തറയിൽ നഗ്നയായി കിടന്നു. സ്വബോധം വന്നപ്പോഴേക്കും ശരീരം കഠിനമായ വേദനയിൽ നീറിപ്പുകയുകയായിരുന്നു. തൊണ്ട ഉണങ്ങി വരണ്ടിരുന്നു. ആ വെറും നിലത്ത് നിന്നും എഴുന്നേൽക്കാൻ പോയിട്ട് ഒന്ന് അനങ്ങാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. ഫോണിലൂടെ ഒഴുകുന്ന ഗാനമാണ് ജാനിയുടെ ഓർമ്മകളിൽ നിന്നും അവളെ കൂട്ടിക്കൊണ്ടുവന്നത്. ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് ഉറക്കത്തിലായിരുന്ന ജാനി ചാടി എഴുന്നേറ്റു. മെറിൻ കോളിംഗ്. സ്കൂളിലേക്ക് കാണാത്തതുകൊണ്ട് അന്വേഷിച്ച് വിളിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. മെറിനോട് സംസാരിക്കാനുള്ള മാനസികാവസ്ഥ അല്ലാത്തതുകൊണ്ട് അവൾ ഫോൺ കട്ട് ചെയ്തു. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ, സോ ഐ ആം ഓഫ് ടുഡേ എന്ന വാട്സപ്പ് മെസ്സേജ് മെറിന് അയച്ചു കൊടുത്തു. സ്വപ്നത്തിൽ നിന്നും ഉണർന്ന ജാനി ഒരുപാട് വിയർത്തിരുന്നു. അവൾ ഉടുത്തിരുന്ന സാരിയുടെ മുന്താണിയുടെ പിന്നൂരി മാറ്റി. മുന്താണി ശരീരത്തിൽ നിന്നും മാറ്റി കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നു. അവളുടെ അണിവയറിലും പൊക്കിൾ ചുഴിയിലുമെല്ലാം പല്ലിൻ്റെ പാടുകളും സ്ട്രെച്ച് മാർക്കുകളുമായിരുന്നു. വേദനയോടെ അവയിൽ അവൾ ഒന്ന് തലോടി. രാവണനാണ് നിങ്ങൾ. നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവമൊക്കെ എനിക്ക് നന്നായി അറിയാം. ആവശ്യം കഴിയുമ്പോൾ ചവച്ചു തുപ്പുന്ന രാക്ഷസൻ. എന്നിൽ നിന്നും തമ്പുരുവിനെ അകറ്റിക്കൊണ്ടുപോയി നിങ്ങളുടെ മാത്രം സ്വന്തമാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. എൻ്റെ മോളെ എന്നിൽ നിന്നും അകറ്റാൻ ഞാൻ സമ്മതിക്കില്ല. പക്ഷേ എൻ്റെ കഴിഞ്ഞ കാലമൊക്കെ എൻ്റെ മോൾ അറിഞ്ഞാൽ അവളുടെ മനസ്സിന് അത് താങ്ങാൻ കഴിയില്ല. ഞാൻ ഇനി എന്തു ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ജാനി ആർത്ത് കരഞ്ഞു. പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ അവൾ അവളുടെ പഴയ ബാഗ് തുറന്നു. അതിൽ അവൾ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന മയൂരിൻ്റെ പഴയ ഫോട്ടോ എടുത്തു. നിങ്ങൾ ഏൽപ്പിച്ച മുറിവുകളും ചതവുകളും ഇപ്പോഴും എൻ്റെ ശരീരത്തിലുണ്ട്. ശരീരത്തിൻ്റെ നീറ്റൽ മാറിയെങ്കിലും മനസ്സിലെ മുറിവുകൾ ഇപ്പോഴും നീറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം പോലും എനിക്ക് ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ക്രൂരമായ പീഡനത്തിനിരയായ എൻ്റെ മനസ്സ് സ്വസ്ഥമായി അതിനുശേഷം ഉറങ്ങിയിട്ടേയില്ല. നിങ്ങളുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ എന്നും ദുസ്വപ്നമായി ഞാൻ കാണുന്നത്. എൻ്റെ ശരീരം കടിച്ചു കീറുന്ന നിങ്ങളുടെ മുഖം. പക്ഷേ ഞാൻ ആരോട് പറയാൻ? മെറിനും തമ്പുരുമോളുമൊക്കെ ഈ സ്വപ്നത്തിൻ്റെ പേരും പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. അപ്പോഴൊക്കെ മനസ്സിൽ ഞാൻ നെഞ്ചു നീറി കരയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മയൂരിൻ്റെ ഫോട്ടോയിലേക്ക് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. പിന്നീട് അവൾ ഫോൺ എടുത്ത് കോളിംഗ്. ഹലോ. അവൾക്കുണ്ടായ കാര്യങ്ങളെല്ലാം അവൾ ഫോണിലൂടെ പറഞ്ഞു. ഞാൻ ഇനി എന്തു ചെയ്യും? ഞാൻ ഇത്രയും നാൾ പറഞ്ഞതെല്ലാം നുണയാണ് എന്നറിഞ്ഞാൽ എൻ്റെ മോൾ എന്നോട് ക്ഷമിക്കില്ല. തമ്പുരുവിനെ മുൻപിൽ നിർത്തി അയാൾ എന്നെ വെല്ലുവിളിക്കുകയാണ്. എനിക്ക് നിന്നെ ഒന്ന് കാണണം. എൻ്റെ മനസ്സിൻ്റെ വിഷമം അല്പമെങ്കിലും ഇറക്കി വയ്ക്കാൻ പറ്റുന്നത് നിൻ്റെ മുൻപിൽ മാത്രമാണ്. പ്ലീസ് ഈ സിറ്റുവേഷനിൽ നിന്ന് എന്നെ രക്ഷിക്ക്, അല്ലെങ്കിൽ ഞാൻ ആദ്യ പിടിച്ച് മരിച്ചു പോകും എന്നൊക്കെ പദം പറഞ്ഞ് ജാനി ഫോണിലൂടെ കരയാൻ തുടങ്ങി. ഓക്കെ, ഞാൻ ഇന്ന് ലീവാ. നീ എന്നാ വരുന്നതെന്ന് പറ, അന്ന് ഞാൻ ലീവ് എടുക്കാം എന്ന് പറഞ്ഞ് ജാനി ഫോൺ വെച്ചു. അതിനുശേഷം നീലിമ സിസ്റ്റർ എന്ന മറ്റൊരു നമ്പറിലേക്ക് കൂടി ജാനി ഫോൺ ചെയ്തു. അന്ന് ഉച്ചവരെ അവൾ റൂമിൽ കിടപ്പ് തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം അവളുടെ ഫോൺ പിന്നെയും അടിച്ചു. അത് നമ്മുടെ ശ്രീറാം സാറായിരുന്നു. ഹലോ, എന്താടോ താൻ ഇന്ന് ലീവ് എടുത്തേ? തമ്പുരുവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അറിയില്ല എന്ന്. മെറിൻ ടീച്ചർ പറഞ്ഞു നിനക്ക് വയ്യ എന്ന്. എന്താടോ പറ്റിയേ? എന്താ തമ്പുരുവുമായി പിണങ്ങിയോ? പിണക്കമൊക്കെ എന്നും ഉണ്ടല്ലോ സാറേ. അവളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. പിന്നെ എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. അതാ ഇന്ന് ലീവ് എടുക്കാമെന്ന് കരുതിയത്. ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറഞ്ഞോ? ഒന്ന് ഉറങ്ങിയപ്പോൾ ശരിയായി. ഇപ്പോൾ ഓക്കെയാണ്. എന്നാൽ താൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? എന്താ സാറേ? മറ്റന്നാൾ എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. അമ്മയ്ക്ക് നല്ലൊരു സാരി എടുത്തു കൊടുക്കണമെന്നുണ്ട്. അമ്മയെ കൂടെ കൊണ്ടുപോയാൽ കാശ് ചെലവാകുമെന്ന് പറഞ്ഞ് അമ്മ സമ്മതിക്കില്ല. സ്ത്രീകളുടെ സാരി ഒറ്റയ്ക്ക് സെലക്ട് ചെയ്യാനൊന്നും എനിക്കറിയില്ലടോ.
ഞാൻ ഇന്ന് ഹാഫ് ഡേ ലീവാണ്. താൻ എൻ്റെ കൂടെ പർച്ചേസിങ്ങിന് വന്നാൽ അതെനിക്ക് ഉപകാരമായേനെ. എൻ്റെ കൂടെ ഒന്ന് വരുമോ? അത് സാർ, ഇന്ന് എനിക്ക് മൂഡില്ല. എന്നാലും കുഴപ്പമില്ല, സാറ് വിളിച്ചതല്ലേ, ഞാൻ വരാം. താങ്ക് യു ജാനി. താൻ ഫ്ലാറ്റിൻ്റെ താഴെ ഇറങ്ങി നിന്നാൽ മതി, ഞാൻ അങ്ങോട്ട് എൻ്റെ കാർ എടുത്ത് വരാം എന്ന് പറഞ്ഞ് ശ്രീറാം ഫോൺ വെച്ചു. ഞാൻ എന്തിനാ ഈ റൂമിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഏതായാലും വരുന്നത് പോലെ വരട്ടെ. ഞാൻ തളർന്നു എന്ന് കണ്ടാൽ അയാൾ വിജയിച്ചു എന്നാകും. ഇല്ല, ഈ ജാനി തളരില്ല, അവൾ ചിന്തിച്ചു. അവൾ അപ്പോൾ തന്നെ റെഡിയായി ഫ്ലാറ്റിൻ്റെ താഴേക്ക് ചെന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ശ്രീറാം കാറുമായി എത്തി. അവൾ ശ്രീറാമിൻ്റെ കാറിൻ്റെ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. അപ്പോൾ തന്നെ കാറ് ഫ്ലാറ്റിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരുന്നു. ഈ കാഴ്ചയെല്ലാം തൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് മയൂർ കാണുന്നുണ്ടായിരുന്നു. ജാനി, ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും നീ പഠിച്ചില്ല അല്ലേ? നിന്റെ ഈ പോക്ക് നല്ലതിനല്ല. എന്നിൽ നിന്നുള്ളൊരു മോചനം നിനക്ക് മരണത്തിലൂടെ മാത്രമേ ലഭിക്കൂ. ഇറാമുമായുള്ള ചങ്ങാത്തം ഞാൻ അധികം വൈകാതെ തന്നെ നിർത്തിച്ചു തരാം. ക്രൂരമായ പുഞ്ചിരിയോടെ മയൂർ ചിന്തിച്ചു. അവർ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജാനിയും ശ്രീറാമും അല്ലേ മാച്ച്? അതോ ജാനിയും മയൂർനാഥാണോ? കാഴ്ചയിൽ മാന്യൻ ശ്രീറാം അല്ലേ? ഈ സൈക്കോ രാവണൻ്റെ കൂടെ ജീവിക്കുന്നതിലും എത്രയോ നല്ലതാണ് മാന്യനായ ശ്രീറാമിൻ്റെ കൂടെ ജീവിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം പറയണേ.